എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 16 ഇന്ന് ആരംഭിക്കുന്നു. ഈ 16-ാമത്തെ അധ്യായത്തില് കാർത്തവീര്യാർജുനന്റെ പുത്രന്മാര് ആ പരശുരാമനോട് പകരം വീട്ടാനായിട്ട് ആ ജമദഗ്നിയെ വധിക്കുകയാണ്. അങ്ങനെ അതറിഞ്ഞ പരശുരാമൻ വീണ്ടും ക്ഷത്രവധത്തിൽ ഏർപ്പെടുന്നു. 21 പ്രാവശ്യം പിന്നെ ആ ക്ഷത്രിയ വംശത്തെ അങ്ങോട്ട് സമൂലം മുടിക്കുകയാണ് ചെയ്യുന്നത് പരശുരാമൻ. പിന്നെ പരശുരാമൻ ചെയ്ത യജ്ഞം, വിശ്വാമിത്രന്റെ വംശം ഒക്കെ ഈ 16-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നു. രാമന്റെ മാതാവായിട്ടുള്ള രേണുക ഒരു ദിവസം വെള്ളത്തിനായിട്ട് ഗംഗയിലേക്ക് പോയി. ഗംഗയിൽ നിന്നാണ് വെള്ളം കൊണ്ടുവരിക. ഗന്ധർവരാജനായ ആ ചിത്രരഥന്റെ വിചിത്രമായ തേര് കണ്ട് അല്പനേരം നോക്കി നിന്നു. തന്റെ ആവശ്യം മറന്ന് തേര് കണ്ട് മോഹിച്ചു നിന്നത് കുപിതനായ ജമദഗ്നി അമ്മയെ വെട്ടുവാൻ ആ പുത്രന്മാരോട് കൽപ്പിക്കുന്നു. പരശുരാമന്റെ ജ്യേഷ്ഠന്മാർക്കൊന്നും ധൈര്യം ഉണ്ടായില്ല. ജമദഗ്നിയുടെ ആ തപശക്തി അറിയാവുന്ന പരശുരാമൻ മാതാവിനെയും അച്ഛൻ പറഞ്ഞു കേൾക്കാത്ത ജ്യേഷ്ഠന്മാരെയും വെൺമഴു കൊണ്ട് വെട്ടിക്കൊന്നു. അങ്ങനെ പുത്രന്റെ പ്രവൃത്തി കണ്ട് സന്തുഷ്ടനായ മുനി എന്താ വരം വേണ്ടത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അമ്മയും ജ്യേഷ്ഠന്മാരെയും ജീവിപ്പിച്ചു തരണം. അമ്മയും ജ്യേഷ്ഠന്മാരെയും അവർക്കെന്നാ മരിച്ചു എന്നുള്ള ഓർമ്മ ഉണ്ടാവാനും പാടില്ല. അങ്ങനെ ജമദഗ്നി അവരെ ജീവിപ്പിക്കുകയും ചെയ്തു. കാർത്തവീര്യാർജുനന്റെ പുത്രന്മാർ പ്രതികാര ബുദ്ധി കൊണ്ട് രാമൻ ആശ്രമത്തിലില്ലാത്ത സമയം നോക്കി ജമദഗ്നിയെ വധിച്ച് അദ്ദേഹത്തിന്റെ ശിരസ്സും കൊണ്ട് പോവാണ്. സങ്കടം സഹിക്കാതെ രേണുക രാമനെ വിളിച്ചുകൊണ്ട് മാറത്തടിച്ച് കരഞ്ഞു. 21 പ്രാവശ്യം അമ്മ മാറത്തടിച്ച കാരണം അത്രയും പ്രാവശ്യം ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കും എന്ന് രാമൻ പ്രതിജ്ഞ ചെയ്തു. അങ്ങനെയാണ് മാഹിഷ്മതിയിൽ ചെന്ന് രാമൻ ബ്രഹ്മഹത്യ ചെയ്തതായ അർജുനപുത്രന്മാരെ നിഗ്രഹിച്ച് ക്രമേണ 21 വട്ടം ക്ഷത്രിയന്മാരെ കൊന്നൊടുക്കി. ക്ഷത്രിയ രക്തത്തില് പിന്നീട് ആ ക്ഷത്രിയ രക്തം കൊണ്ട് സമന്തക പഞ്ചകത്തിലെ 9 തീർത്ഥക്കുളങ്ങൾ നിർമ്മിച്ചു പരശുരാമൻ. പിന്നെ പരശുരാമൻ ലോകസംഗ്രഹാർത്ഥം പാപശാന്തിക്കായിട്ട് യാഗം ചെയ്തു. താൻ വെട്ടിപ്പിടിച്ച ഭൂമിയെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. സമുദ്രത്തെ മാറ്റി നിർത്തി കേരളത്തെ നിർമ്മിച്ചു. കേരളീയർക്ക് വേണ്ടതായ നന്മകളെല്ലാം ഉണ്ടാക്കി കൊടുത്ത ശേഷം മഹേന്ദ്ര പർവ്വതത്തിലെ തപസ്സിനായി പോവുകയും ചെയ്തു. ഇന്നും മഹേന്ദ്ര പർവ്വതത്തിലെ തപസ്സിലിരിക്കുന്ന ചിരഞ്ജീവിയായ പരശുരാമൻ കേരളീയർക്ക് പ്രത്യേകം സ്മരണീയനാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമൽ ഭാഗവതാനാമസ്കന്ധ ഷോഡശോധ്യായ. ശുക്ലാം വരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം വിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. യോऽन्तः പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന. അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദി പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച. പിത്രോപശിക്ഷിതോ രാമ തഥേതി കുരുനന്ദന. സംവത്സരം തീർത്ഥചര്യാം ചരിത്വാ ആശ്രമമാവ്രജൽ. അങ്ങനെ പിതാവ് ഉപദേശിച്ച പ്രകാരം പരശുരാമൻ ഒരു സംവത്സരം പറയണു. ഹേ കുരുവംശശ്രേഷ്ഠനായ രാജാവേ, പരശുരാമൻ ഒരു സംവത്സരകാലം തീർത്ഥയാത്ര ചെയ്ത ശേഷം ആശ്രമത്തിലെ മടങ്ങി വന്നു. അങ്ങനെ പിതാവ് ഉപദേശിച്ച പ്രകാരം പരശുരാമൻ പിതാവിന്റെ ആജ്ഞയെ അംഗീകരിച്ച്, ഹേ കുരുവംശശ്രേഷ്ഠനായ മഹാരാജാവേ, ഒരു സംവത്സരകാലം തീർത്ഥയാത്ര ചെയ്ത ശേഷം
ആശ്രമത്തില് മടങ്ങി വന്നു. കഥാചിൽ രേണുകായാത ഗംഗായാം പത്മമാലിനം ഗന്ധർവരാജം ക്രീഡന്തം അപ്സരോഭി അപശ്യത. കഥാചിത് ഒരിക്കൽ ഗംഗായാം ഗംഗയിൽ യാതാ രേണുക പോയ രേണുക അപ്സരോഭി അപ്സരസ്സുകളോടുകൂടി ക്രീഡന്തം ക്രീഡിക്കുന്നവനും പത്മമാലിനം താമരമാല ധരിച്ചവനുമായ ഗന്ധർവരാജനെ അപശ്യത കണ്ടു. അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം വെള്ളം കൊണ്ടുവരാനായിട്ട് രേണുകാദേവി പരശുരാമന്റെ അമ്മ ഗംഗയിലേക്ക് പോയി. അപ്സര സ്ത്രീകളോടുകൂടി ചേർന്ന് കളിക്കുന്നവനും താമരപ്പൂ കൊണ്ട് ഉള്ള നല്ല മനോഹരമായ മാല ധരിച്ചിരിക്കുന്നവനുമായ ഒരു ഗന്ധർവരാജനെ, ചിത്രരഥനായിരുന്നു, അത് ചിത്രരഥൻ എന്ന് പേരുള്ള ഗന്ധർവനായിരുന്നു, കണ്ടു രേണുക. വിലോകയന്തി ക്രീഡന്തം ഉദകാർത്ഥം നദീം ഗതാ ഹോമവേലാം ന സസ്മാര കിഞ്ചിൽ ചിത്രരഥസ്പൃഹ. ക്രീഡന്തം ക്രീഡിക്കുന്ന അദ്ദേഹത്തെ വിലോകയന്തി നോക്കി നിൽക്കുന്നവളും കിഞ്ചിൽ ചിത്രരഥസ്പൃഹ ചിത്രരഥനിൽ അല്പം ആഗ്രഹത്തോടു കൂടിയവളുമായിട്ട് ഉദകാർത്ഥം ജലത്തിനായിക്കൊണ്ട് നദീം ഗതാ സ നദിയിൽ പ്രവേശിച്ച അവൾ ഹോമവേലം അഗ്നിഹോത്ര അവസരത്തെ ന സംസ്മാര സ്മരിച്ചില്ല. അങ്ങനെ ജലം കൊണ്ടുവരാനായിട്ട് ഗംഗയില് പോയ വെള്ളമൊക്കെ എടുത്തു രേണുക. എന്നിട്ട് അപ്പോഴാണ് ആ ചിത്രരഥന്റെ സൗന്ദര്യത്തെ നോക്കി ഇങ്ങനെ നിന്ന് കുറച്ചു നേരം. ഗന്ധർവന്മാര് പൊതുവെ അതിസുന്ദരന്മാരായിരിക്കും. കുറച്ച് അദ്ദേഹത്തിനോട് ഒരു ആഗ്രഹം തോന്നിയെന്നാ പറയണേ. അങ്ങനെ നോക്കി നിന്നു, മറന്നുപോയി അഗ്നിഹോത്രം ചെയ്യാൻ സമയായിന്ന് ജമദഗ്നിക്ക്. കാലാത്യയം തം വിലോക്യ മുനേ ശാപവിശങ്കിത ആഗത്യ കലശം തസ്ഥൗ പുരോധായ കൃതാഞ്ജലി. തം കാലാത്യയം വിലോക്യ ആ കാലാതിക്രമത്തെ കണ്ടിട്ട് മുനേ ശാപവിശങ്കിത മുനിയിൽ നിന്ന് ശാപത്തെ വിശങ്കിക്കുന്നവളായിട്ട് ആഗത്യ മടങ്ങി വന്നിട്ട് കലശത്തെ പുരോധായ മുമ്പിൽ വെച്ച് കൃതാഞ്ജലി അഞ്ജലി ചെയ്യുന്നവളായിട്ട് തസ്ഥൗ സ്ഥിതി ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് രേണുകയ്ക്ക് ബോധം വന്നത്. ഈശ്വര, ഹോമത്തിന്റെ സമയം കഴിഞ്ഞുല്ലോ, ഇനിയിപ്പോ മുനി തന്നെ ശപിക്കുന്നുള്ളത് തീർച്ചയാണ്. പേടിച്ച് വേഗം ആശ്രമത്തിൽ വന്ന ഉടനെ ആ ജലത്തിന്റെ പാത്രം മുനിയുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ തൊഴുതോണ്ട് നിന്നു. പേടിയായി രേണുവയ്ക്ക്. വ്യഭിചാരം മുനിർ ജ്ഞാത്വാ പത്ന്യാ പ്രകുപിതോ ബ്രവീൽ ഘ്നതൈനാം പുത്രകാ പാപാം ഇത്യുക്താസ്തേ ന ചക്രിരേ. പത്നിയാ വ്യഭിചാരം പത്നിയുടെ മാനസിക വ്യഭിചാരത്തെ ജ്ഞാത്വ അറിഞ്ഞിട്ട് പ്രകുപിത മുനി കോപിച്ച മുനി അബ്രവീൽ പറഞ്ഞു, പുത്രകാ ഹേ പുത്രന്മാരെ, പാപാം ഏനാം പാപയായ ഇവളെ ഘ്നത ഹനിക്കുവിൻ. ഇതി ഉക്താ തേ പറയപ്പെട്ട അവർ ചക്രിരെ ചെയ്തില്ല. അപ്പോ യോഗപ്രഭാവം കൊണ്ട് തന്റെ പത്നിയുടെ മനസ്സ് ചിത്രരഥനില് പ്രവേശിച്ചു എന്ന് മനസ്സിലാക്കി മുനി. ക്രുദ്ധനായിട്ട് അങ്ങോട്ട് മുനി പുത്രന്മാരോട് പറഞ്ഞു, അതെ, ഈ പാവിഷ്ടയായിട്ടുള്ള മാതാവിനെ, നിങ്ങളുടെ മാതാവിനെ വേഗം വധിക്ക് ആജ്ഞാപിച്ചു. അവര് അമ്മയെ വധിക്കാൻ പറഞ്ഞാൽ അവര് ചെയ്യോ? അത് ഏറ്റവും പാപല്ലേ. അവര് ചെയ്തില്ല. എന്നാ ജമദഗ്നി മഹർഷി പരശുരാമനോട് ഉപദേശിച്ചത് എന്താ? ക്ഷമയാണ് ബ്രാഹ്മണ ലക്ഷണം എന്ന് പറഞ്ഞ ആ മുനി തന്നെ കോപം കൊണ്ട് ഇങ്ങനെ ജ്വലിക്കുകയാണ്, ക്ഷമിച്ചില്ല. അപ്പൊ പുത്രന്മാരോട് മാതൃവധം ചെയ്യാൻ ഉപദേശിക്കുകയാണ് ചെയ്തത് അല്ലെ. രാമ സഞ്ചോദിത പിത്ര ഭ്രാതൃൻ മാത്ര സഹാവധിൽ പ്രഭാവജ്ഞോ മുനേ സമ്യക് സമാധേ തപസശ്ചസ. പിത്രാ സഞ്ചോദിത രാമ പിതാവിനാൽ സമ്യക്കാകും വണ്ണം പ്രേരിപ്പിക്കപ്പെട്ട രാമൻ മുനിയുടെ സമാധിയുടെയും തപസ്സിന്റെയും സമ്യക് പ്രഭാവജ്ഞ പ്രഭാവത്തെ നന്നായി അറിയുന്നവനായിട്ട് മാത്രാസഹ ഭ്രാതൃൻ മാതാവിനോടുകൂടി ഭ്രാതാക്കളെ അവധിയിൽ വധിച്ചു. അപ്പോ ഇവര് ഏട്ടന്മാരൊന്നും സമ്മതിക്കാതെ കണ്ടപ്പോ ജമദഗ്നി മഹർഷി രാമനോട് പറഞ്ഞു, എന്റെ ആജ്ഞയെ ധിക്കരിച്ച നിന്റെ ഏട്ടന്മാരെയും നിന്റെ മാതാവിനെയും വ്യഭിചരിച്ചില്ലേ, ആ മാതാവിനെയും വധിക്കണമെന്ന് ആണ് മുനി രാമനോട് കൽപ്പിക്കുക ചെയ്തത്. അച്ഛന്റെ സമാധിയുടെയും തപസ്സിന്റെയും വൈഭവം നന്നായിട്ട് അറിയണ രാമൻ മാതാവിനെയും സഹോദരന്മാരെയും വധിച്ചു. പിതാവിന്റെ ആജ്ഞയെ ലംഘിച്ചാൽ തന്നെയും ശപിക്കും, അനുസരിച്ച് നടന്നാല് അനുഗ്രഹിക്കുകയും ചെയ്യും. അനുഗ്രഹിക്കാനും ശക്തനാണ് അച്ഛൻ എന്നറിഞ്ഞതുകൊണ്ട്
മാതൃവധം എന്നുള്ളത് ചെയ്യുന്നത് ഏറ്റവും കഠിനമായ കർമ്മമല്ല. അതുകൊണ്ടാണ് പരശുരാമൻ മാതൃവധ രൂപത്തിലുള്ള ആ കഠിന കർമ്മം ചെയ്തത്. വരേണ ഛന്ദയാമാസ പ്രീത സത്യവതീ സുത വവ്രേ ഹതാനാം രാമോപി ജീവിതം ചാസ്മൃതിം വധേ. പ്രീത സത്യവതീ സുത, സന്തുഷ്ടനായ സത്യവതി പുത്രൻ, അതായത് ജമദഗ്നി മഹർഷി, വരേണ വരം കൊണ്ട്, ഛന്ദയാമാസ പ്രേരിപ്പിച്ചു, രാമ അഭി രാമനും, ഹതാനാം ഹനിക്കപ്പെട്ടവരുടെ ജീവിതത്തെയും, വധേ അസ്മൃതിം ച വധത്തിൽ അസ്മൃതിയെയും വവ്രേ വരിച്ചു. തന്റെ ആജ്ഞ ചെയ്യാൻ ഒരു പുത്രനെങ്കിലും തയ്യാറായല്ലോ. അപ്പൊ സന്തോഷമായി ജമദഗ്നി മഹർഷിക്ക്. അങ്ങനെ സന്തുഷ്ടനായ ജമദഗ്നി ഇഷ്ടവരം, എന്താ ഇഷ്ടപ്പെട്ട വരം ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോ പരശുരാമൻ പറഞ്ഞു, തന്നാൽ ഞാൻ വധിച്ച എൻ്റെ മാതാവും സഹോദരന്മാരും ജീവിക്കണം, അവരുടെ വധത്തെക്കുറിച്ചുള്ള ബോധം അവർക്കുണ്ടാവാനും പാടില്ല, ഈ വരം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സമ്മതിച്ചു. ഉത്തസ്തുതേ കുശലിനോ നിദ്രാവായൈവാഞ്ജസ പിതുർവിദ്വാൻസ്തപോ വീര്യം രാമശ്ചക്രേ സുഹൃദ്വധം. തേ അവർ, നിദ്രാവായേ ഇവ നിദ്രാവസാനത്തിങ്ങലെന്ന പോലെ, കുശലിന സൗഖ്യത്തോടു കൂടിയവരായിട്ട്, അഞ്ജസ ഉത്തസ്തു അനായാസേന എഴുന്നേറ്റു. പിതു തപോവീര്യം പിതാവിന്റെ തപപ്രഭാവത്തെ, വിദ്വാൻ രാമ അറിയുന്ന രാമൻ, സുഹൃദ്വധം ചക്രേ സുഹൃത്തുക്കളെ വധിച്ചു. അങ്ങനെ സഹോദരന്മാരും മാതാവും ഉറക്കത്തുനിന്ന് എണീക്കണ പോലെ സൗഖ്യത്തോടുകൂടി അനായാസേന എഴുന്നേറ്റു. അപ്പൊ പിതാവിന് ഇത്രയും തപശക്തി ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് രാമൻ മാതാവ്, സഹോദരന്മാർ മുതലായ സുഹൃത്തുക്കളെ വധിച്ചത്. പുത്രന്മാര് പിതാവിന്റെ ഏതൊരു കൽപ്പനയെയും അനുസരിക്കണമെന്നും പരശുരാമ പ്രവൃത്തി സാമാന്യ നിലയിൽ ലോകത്തെ ധരിപ്പിക്കണു എന്നും ഓർക്കത്തക്കതാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.